വെൽക്കം ടു PEPP Learning. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സസായി അടുപ്പിച്ച് മാരത്തോൺ സെഷൻ ആയിട്ട് PYQs ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്തു, നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ നമ്മളിത് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് അതിലും അടിപൊളിയായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്ന് നമ്മൾ നമ്മുടെ മാരത്തോൺ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് Linguistics ആണ്. The easiest topic of all. But the most questions come from this area. Most questions എന്ന് പറയാൻ പറ്റില്ല, but still we can expect few questions from this area. And the best thing about linguistics is that if you understand the basic thing, എന്താണ് ബേസിക് കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ എങ്ങനെയും ചോദിച്ചോട്ടെ, അവർ നമ്മളെ കുഴപ്പിക്കാൻ പല രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷേ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ സുഖസുന്ദരമായി നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് എ സ്പെഷ്യാലിറ്റി അബൌട്ട് ലിംഗ്വിസ്റ്റിക്സ്. ആൻഡ് സിമ്പിൾ തിങ്സ് ആണ്. നമുക്ക് ലിറ്ററേച്ചർ പഠിച്ച് സ്റ്റോറീസ് ഒക്കെ പഠിച്ച് ബോറടിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ഒരു അടിപൊളി സബ്ജക്റ്റ്, ഒരു ടോപ്പിക്കാണ് ലിംഗ്വിസ്റ്റിക്സ്. ആൻഡ് ഐ ഹോപ്പ് യു ആർ റെഡി. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാവരും ബുക്ക് പെന്നൊക്കെ റെഡിയായി നിന്നോളൂ. കാരണം നമ്മൾ അതിൻ്റെ കൂടെയുള്ള ഓപ്ഷൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. MCQs മാത്രം നോക്കിയാൽ പോരാ, MCQന്റെ ആൻസർ മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ കൂടെയുള്ള ഓപ്ഷൻസും നോക്കണം. I hope you are ready. We are going to discuss around 20 questions today. കഴിഞ്ഞ ക്ലാസ് പോലെയല്ല, 20 questions ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത്രയും എനർജി ആയിട്ട് നിൽക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഓപ്ഷൻസ് ABCD ഏതാണെന്ന് നോക്കുക. A ആണോ B ആണോ C ആണോ D ആണോ ഒറ്റയടിക്കാനോട്ട് പറയാം. അത്രേ ഉള്ളൂ നിങ്ങളുടെ ഡ്യൂട്ടി. ഓക്കെ, ക്വസ്റ്റ്യൻ നല്ലോണം കേൾക്കുക. I hope you are ready. Let's begin. First question. A person who speaks many languages is called. A person who speaks many languages is called. Option A, extralingual. Option B, monolingual. Option C, polyglot. Option D, megalingual. Megalingual. A person who speaks many languages is called. Option A ആണോ, B ആണോ, C ആണോ, D ആണോ? ഇത് ആലോചിക്കാൻ കൂടി ഇല്ല, അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസേഴ്സ് ഒക്കെ ടപ്പടപ്പാന്ന് പറഞ്ഞു വരട്ടെ. അറിയുന്നവരൊക്കെ വേഗം ഓപ്ഷൻ ആ. അബിനുണ്ടല്ലോ ഫസ്റ്റ്. അബിന്റെ പേര് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അബിനുണ്ട്, രാഷിക് ഉണ്ട്, നയന കൃഷ്ണ, എല്ലാവരും C ആണ് പറയുന്നത്. പോളിഗ്ലോട്ട് ആണ് ആൻസർ പറയുന്നത്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് വേഗം പറയൂ. A ആണോ, B ആണോ, C ആണോ, D ആണോ? A person who speaks many languages is called, and the answer is polyglot. Very good. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സോറി നിഹാല, റോങ് ആൻസർ. കാരണം മെഗാ ലിംഗ്വൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഓക്കെ ദിസ് മൈറ്റ് ബി ദ ആൻസർ എന്ന് നമുക്കും ഫീൽ ചെയ്തേക്കാം. മെഗാ ലിംഗ്വൽ, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുക. അപ്പൊ പോളിഗ്ലോട്ട് എന്താണെന്ന് അറിയുന്ന ഒരു വ്യക്തിക്ക് ഇത് മെഗാലിംഗ്വൽ അല്ല എന്ന് മനസ്സിലാവുള്ളൂ. കാരണം മെഗാലിംഗ്വൽ എന്ന് പറയുന്ന വേർഡേ ഇല്ല, അത് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു വേർഡേ അല്ല. ലിംഗ്വിസ്റ്റിക്സ് അറിയുന്ന ഒരു വ്യക്തിക്ക് പറയാൻ പറ്റും. ഐ ഹോപ്പ് ഒരുപാട് പേര് ഓപ്ഷൻസ് പറയുന്നുണ്ട്. വെരി ഗുഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലൊക്കെ ഇതേ എനർജി വേണം കേട്ടോ. പോളിഗ്ലോട്ട് എന്താണ്? A polyglot is someone who is proficient or knowledgeable about several languages. Polyglots have the ability to speak, understand, read and write in multiple languages. അല്ലേ, നമ്മളൊക്കെ പോളിഗ്ലോട്ട്സ് ആണ് ഒരു രീതിയിൽ പറയണേ. നമുക്ക് മലയാളം അറിയാം, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, പിന്നെ വേറെ പല ലാംഗ്വേജസ്, അറബി അറിയുന്ന കുറേ വ്യക്തികളുണ്ട് അല്ലേ. അപ്പം നമ്മളൊക്കെ പോളിഗ്ലോട്ട്സ്, ബൈലിംഗ്വൽ ലാംഗ്വേജ് ഉള്ള കൺട്രീസിലുള്ള ആൾക്കാരൊക്കെ പോളിഗ്ലോട്ട്സ് ആണ് പറയാൻ പറ്റും. എക്സ്ട്രാ ലിംഗ്വൽ എന്താണ്? Beyond language. It refers to the aspects of communication or meaning that cannot be expressed solely through language. ലാംഗ്വേജിലൂടെ മാത്രമല്ലാതെ അതിലും കൂടുതൽ എക്സ്ട്രാ നമുക്ക് പറയാൻ പറ്റുന്നതിനാണ് ഈ എക്സ്ട്രാ ലിംഗ്വൽ എന്ന് പറയുന്നത്. വിത്തൗട്ട് ദി ഹെൽപ്പ്, ഐ മീൻ even we are using a language, even we are using words or sentences, we are conveying the meaning using something extra. It may involve non-verbal cues such as body language or facial expressions that convey meaning. For examples, എന്തൊക്കെയായിരിക്കും ഈ എക്സ്ട്രാസ്? ലാംഗ്വേജ് നമ്മൾ പറയും, പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ യൂസ് ചെയ്യും. നോൺ വെർബൽ ജസ്റ്റേഴ്സ്, ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ, കുറേ
കുറവ്. ഞാൻ അവിടെ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അതിന് കുറച്ചും കൂടി ഇന്റൻസ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നു അല്ലേ. ഈ PK എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ എക്സ്ട്രാ ലിംഗ്വിസ്റ്റിക്കിനെ കുറിച്ച് മനസ്സിലാവും. കാരണം PK മൂവി കണ്ടിട്ടില്ലാത്തവർ, അമീർ ഖാൻ എന്ന് പറയുന്ന ഒരു ഏലിയൻ ഇവിടെ എത്തുമ്പം ഹീസ് ട്രൈങ് ടു ലേൺ our language and he's doing through with the help of a prostitute, okay, holding her hands and he's downloading the language. But what happened? He only downloaded the language. ആ വേർഡ്സ് ഗ്രാമർ എല്ലാം ഡൗൺലോഡ് ചെയ്തു, ബട്ട് ഹി ഡിഡ്ന്റ് ഡൗൺലോഡ് ദി എക്സ്ട്രാ ലിംഗ്വിസ്റ്റ് ആൻഡ് ഇറ്റ് വാസ് വെരി കൺഫ്യൂസിങ്. അതിൽ അമീർ ഖാൻ പറയുന്ന ഒരു കോൺവെർസേഷനിൽ, അനുഷ്കയായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ ജയിലിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദിസ് പീപ്പിൾ മീൻ. ദേ സേ ഇൻ സം സിറ്റുവേഷൻ ഇൻ വെരി ഡിഫറെന്റ് വോയിസ് മോഡ്യൂലേഷൻ അല്ലെ. ചിലപ്പോൾ പറയും ചിലപ്പോൾ പറയും ചിലപ്പോൾ പറയും. പക്ഷെ ഉണ്ട് അവിടെ വോയിസ് മോഡുലേഷൻ മാറുമ്പം അർത്ഥം തന്നെ, മീനിങ് തന്നെ മാറുന്നു. കൾച്ചറൽ സിമ്പിൾസ്, അതും വേണമെങ്കിൽ PK മൂവിയിൽ നിന്ന് തന്നെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. അദ്ദേഹം അമീർ ഖാൻ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പം he saw a woman wearing white saree and she was crying and started to make a conversation with her and people started to scold him. He was talking something else and people started to scold him. Why are you making a fuss, or why are you making a widow worried about her? ഒരു വിഡോ ആണ്, വൈറ്റ് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഷീസ് എ വിഡോ എന്ന് ക്വസ്റ്റ്യൻ വരും. ആൻഡ് ഹി വാസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദ ബസ് ആൻഡ് നേരെ ചെന്ന് പെടുന്നത് എന്താണ്, ഒരു ക്രിസ്ത്യൻ വെഡിങ് ബ്രൈഡിന്റെ മുന്നിലാണ്. ആൻഡ് ഷീ വാസ് വെയറിംഗ് വൈറ്റ്, ബട്ട് അവിടെ എന്താണ്, ഷീസ് എ ബ്രൈഡ് ആൻഡ് ഹി വാസ് കൺഫ്യൂസ്ഡ് ആൻഡ് he went and asked her, when did your husband die? See, അപ്പൊ അവിടെ വൈറ്റ് എന്ന് പറയുന്ന ഡ്രസ്സ് പല കൾച്ചറിൽ അല്ലെങ്കിൽ പല റിലീജിയനിൽ അതിന്റെ മീനിങ് തന്നെ മാറി. ആൻഡ് ആർട്ട് ആൻഡ് മ്യൂസിക് അല്ലെ, നമുക്ക് പിക്ചറിലൂടെ അല്ലെങ്കിൽ പാട്ടിലൂടെ ഒരു ചെറിയ മ്യൂസിക്കിലൂടെ പോലും നമുക്ക് നമ്മളിലേക്ക് മീനിങ്, വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ലാംഗ്വേജ് നമ്മളുടെ അടുത്തേക്ക് മീനിങ് എത്തുന്നുണ്ട് അല്ലേ. കോണ്ടെക്സ്റ്റുവൽ ക്യൂസ്, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജ്, കോണ്ടെക്സ്റ്റുവൽ ക്യൂസ്, കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് മീനിങ് മാറും. ഇപ്പം മണിച്ചിരി താഴ് മൂവിയിലുള്ള എപ്പോഴും നമ്മുടെ മോഹൻലാൽ ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ കിണ്ടി ഇങ്ങനെ പറയില്ലേ, പക്ഷെ അത് അവിടെ എന്താ, കോണ്ടെക്സ്റ്റ് മനസ്സിലായാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് അത് മീൻ ചെയ്യുന്നത്. അപ്പൊ ഈ എക്സ്ട്രാ ലിംഗ്വിസ്റ്റിക് അറിഞ്ഞാലേ ഒരു ലാംഗ്വേജ് നമുക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവുള്ളൂ. ആൻഡ് മോണോലിംഗ്വൽ, പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, മോണോ സിംഗിൾ. Monolingual refers to the ability to speak or understand only one language. ഒരൊറ്റ ലാംഗ്വേജ് മാത്രം സംസാരിക്കാൻ പറ്റുന്നവരാണ് മോണോലിംഗ്വൽ എന്ന് പറയാം. Someone who is monolingual is fluent in one language but may not know or understand any other languages. ഒരു ലാംഗ്വേജ് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ, വേറെ ലാംഗ്വേജസ് ഒന്നും മനസ്സിലാവില്ല. മെഗാലിംഗ്വൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് നോട്ട് എ വേർഡ്. പോളിലിംഗ്വൽ ആണ്, പോളിഗ്ലോട്ട് ആണ് ശരിക്കും നമ്മളുടെ ആൻസർ. മെഗാലിംഗ്വൽ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞ ലിംഗ്വിസ്റ്റിക്സ് കൃത്യമായി വായിച്ച ഒരാൾക്ക് മാത്രമേ ഇത് മെഗാ ലിംഗ്വൽ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ ഇട്ടതാണെന്ന് മനസ്സിലാവുള്ളൂ. Now next question. Okay, ആരാ ഫസ്റ്റ് ആൻസർ ചെയ്യാൻ പോവാൻ നോക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോം ചോംസ്കി ഇസ് ഡാഷ് ലിംഗ്വിസ്റ്റിക്. എവിടെയുള്ളതാണ് നോം ചോംസ്കി ഇസ് എ ഡാഷ് ലിംഗ്വിസ്റ്റിക്? ജർമ്മൻ ആണോ, അമേരിക്കൻ ആണോ, ഇന്ത്യൻ ആണോ, ഓസ്ട്രേലിയൻ ആണോ? ജർമ്മൻ, അമേരിക്കൻ, ഇന്ത്യൻ, ഓസ്ട്രേലിയൻ. എവിടെ നിന്നുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ എവിടെ നിന്നുള്ള സൈക്കോളജി? നോം ചോംസ്കി. ലിംഗ്വിസ്റ്റിക് ആണ് നോം ചോംസ്കി. വിച്ച് പ്ലേസ്? അമേരിക്ക എന്ന് പറയുന്നുണ്ട് അബിൻ. ദെൻ വേം പറയൂ. നയന കൃഷ്ണ, രാഷിക് ഉണ്ടായിരുന്നു, അഷിക ഇന്നലെ ഉണ്ടായിരുന്നു, ഒന്നും കാണുന്നില്ല. ശരൺ ബി പറയുന്നുണ്ട്, നയന ബി, ആഷിക ഫാത്തിമ ബി പറയുന്നുണ്ട്. പറയൂ ഏത് സ്ഥലത്തു നിന്നാണ്? ഓക്കെ, വി ആർ ഗെറ്റിംഗ്. ഹർഷ സൂസൻ വന്നു. ഐ വാസ് ലുക്കിംഗ് ഫോർ യു ഹർഷ. ഇന്നലെ ഉണ്ടായിരുന്നു, ഒന്ന് കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഓക്കെ, ബി 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 ഇങ്ങനെ വരുന്നുണ്ട്. ആൻഡ് ദ ആൻസർ ഇസ് ബി. വെരി ഗുഡ്. അപ്പം ബി അമേരിക്കൻ ആണ്. നോം ചോംസ്കി ഇസ് എൻ അമേരിക്കൻ ലിംഗ്വിസ്റ്റ്. Noam Chomsky is renowned for revolutionizing the field of linguistics with his theory of universal grammar. Universal grammar എന്ന് എവിടെ കേട്ടാലും, യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്ന വേർഡ്, ആ ഒരു ഫ്രേസ് എവിടെ കേട്ടാലും നമ്മുടെ മൈൻഡ് ഫസ്റ്റ് വേണ്ടത് നോം ചോംസ്കി ആണ്. Which suggests that all human languages share a common underlying structure. എല്ലാ ഹ്യൂമൻ ലാംഗ്വേജ്, ഇംഗ്ലീഷ്, മലയാളം ഏതും ആയിക്കോട്ടെ, അതിനെല്ലാം ഒരു കോമൺ ബേസിക് സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഇത്തിരി ഇങ്ങോട്ടും വേരി ചെയ്യുമ്പോഴാണ് ലാംഗ്വേജസ് ചേഞ്ച് വരുന്നത് എന്നൊരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്തതാണ് നോം ചോംസ്കി.
അദ്ദേഹത്തിന് കുറച്ച് വർക്ക്സ്, നോം ചോംസ്കി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കുറച്ച് വർക്ക്സും നമ്മൾ അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് അതെ. One of his work is Syntactic Structure, published in 1957. This seminal work laid the foundation for Chomsky's theory of transformational generative grammar. Transformational generative grammar, revolutionizing the field of linguistics. Okay. And the next work, Manufacturing Consent, The Political Economy of the Mass Media, published in 1988. Manufacturing Consent, The Political Economy of the Mass Media. It was co-authored with Edward S. Herman. ഇത് co-authored ആണെങ്കിൽ അതും ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ഒരു വർക്കല്ല, ഏതൊരു വർക്കിനെ കുറിച്ചും പഠിക്കുമ്പം, പ്രത്യേകിച്ച് ലിറ്ററേച്ചർ ആകുമ്പോൾ നമ്മൾ ഏതൊരു വർക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ co-authored ആണോ വേറെ ആരുടെയെങ്കിലും കൂടെ എഴുതിയതാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. മാച്ച് ദ ഫോളോയിങ് വരാം, അല്ലെങ്കിൽ ഇതേപോലെ എന്താ പറയുക ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ, ഇങ്ങനെ എന്തും വരാം. എനി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. എനിവേ, ഈ പുസ്തകം എഡ്വേർഡ് എസ് ഹെർമന്റെ കൂടെ co-author ചെയ്തിട്ടുള്ള ദിസ് ബുക്ക് എക്സ്പ്ലോർസ് ഹൗ മെയിൻ സ്ട്രീം മീഡിയ ഔട്ട്ലെറ്റ് ഷേപ്സ് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് സെർവ് ദ ഇൻട്രസ്റ്റ് ഓഫ് പവർഫുൾ എലൈറ്റ്സ്. അല്ലേ, മെയിൻ സ്ട്രീം മീഡിയ. അപ്പം നമുക്കിപ്പോൾ തന്നെ നോക്കാം, ഇപ്പൊ പുതുതായിട്ട് ട്രെൻഡ് വന്നതാണ് എന്ത്, മെനിസ്ട്രൽ കപ്സ് അല്ലേ. ഇപ്പൊ ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും സംസാരിക്കും. ഇത്രയും കാലം പെട്ടെന്നുണ്ടായൊരു സംഭവമാണത്. മീഡിയയിലൂടെ, പരസ്യത്തിലൂടെയാണ് ഈ മെനിസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലായിടത്തും എത്തിയിരിക്കുന്നത് അല്ലേ. ഇത്രയും കാലം പാഡ് ഉപയോഗിച്ചിരുന്ന പെട്ടെന്ന് മെനിസ്ട്രൽ കപ്പിലേക്ക് എത്തി. ഹൗ? അപ്പം ഇതൊക്കെ മീഡിയക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. നമുക്കൊരു ഷോർട്ടേജ്, ഇതൊരു വലിയ പ്രശ്നമാണെന്ന് ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ട് അവരവരുടെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു ഫോർ ദ പവർഫുൾ എലൈറ്റ്സ്. On Language 1979 published a compilation of Chomsky's essays and lectures on the language and linguistics, offering accessible explanation of his theories to a general audience. Now next question, third question. Ready? Third question. Speech act theory. Speech act theory was developed by. Speech act theory was developed by A. William Labov, B. Piaget, C. J.L. Austin, D. None of these. ഏതായിരിക്കും ഓപ്ഷൻ? എ ആണോ, ബി ആണോ, സി ആണോ, അല്ലെങ്കിൽ ഡി ആണോ? സ്പീച്ച് ആക്ട് തിയറി. സ്പീച്ച് ആക്ട് തിയറി വാസ് ഡെവലപ്ഡ് ബൈ വില്യം ലാബോവ് ആണോ, പിയാഷെ ആണോ, ജെ.എൽ. ഓസ്റ്റിൻ ആണോ, അല്ലെങ്കിൽ ഇവരാരും അല്ലേ, വേറെ ആരെങ്കിലും ആണോ? പ്ലീസ് കമൻസ് വരട്ടെ. എ, ബി, സി, ഡി. സി എന്ന് പറയുന്നുണ്ട് ഫാബിദ്, വില്യം ലാബോവ് എന്ന് പറയുന്നുണ്ട് എബിൻ, അഷിക ഫാത്തിമ സി വരുന്നുണ്ട്, നയന കൃഷ്ണ സി, കുറെ പേര് സിയിൽ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നുണ്ട്. സി ആണോ ആൻസർ എന്ന് നമുക്ക് നോക്കാം. And the answer is C. Very good. C ആണ് ആൻസർ. John Longshore Austin. John Longshore Austin. Austin is best known for two major contributions to the contemporary philosophy. First, his linguistic phenomenology, a peculiar method of philosophical analysis of the concept and ways of expression of everyday language. നമ്മൾ everyday language എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ളൊരു എന്താണ് വർക്കാണ് linguistic phenomenology. And the second work, speech act theory. തിയറീസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ലിംഗ്വിസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ശരണൊക്കെ കമന്റ് വെച്ചിട്ടുണ്ട്, ലേറ്റ് ആണ് ശരൺ. നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി സ്പീഡിൽ പറയാൻ നോക്കാം. ഓക്കെ, അപ്പം second, speech act theory, the idea that every use of language carries a performative dimension. നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യും എന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് തിയറിയാണ്. ഈ തിയറീസിനൊക്കെ നിങ്ങൾ ഡെപ്ത് ആയിട്ട് ഓരോന്നും എന്താണെന്ന് വിശദമായി പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നിനും സമയം തികയില്ല. അപ്പം നമ്മൾ എന്താണ് ആ തിയറി, ആര് പുട്ട് ഫോർവേഡ് ചെയ്തതാണ്, അതിൻ്റെ ബേസിക് ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, and next question. A new or hybrid language that develops a new or sophisticated grammar or vocabulary and is spoken as some groups' first language. Some groups' first language. Question ഒന്നും കൂടി വായിക്കാം.
A new or hybrid language that develops a new or sophisticated grammar or vocabulary and is spoken by some groups. ഫസ്റ്റ് ലാംഗ്വേജ്, ഒരു ഹൈബ്രിഡ് ലാംഗ്വേജ്, അതിൻ്റെതായ സൊഫിസ്റ്റിക്കേറ്റഡ് ഗ്രാമറും വൊക്കാബുലറിയും ഉണ്ടാവും. അത് ഒരു ഗ്രൂപ്പിന്റെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിരിക്കും. ഇതിന് എന്താണ് പറയുക? ക്രിയോൾ ആണോ, പിഡ്ജിൻ ആണോ, റിച്വൽ ലാംഗ്വേജ് ആണോ, ആൻറ്റി ലാംഗ്വേജ് ആണോ? ക്രിയോൾ, പിഡ്ജിൻ, റിച്വൽ ലാംഗ്വേജ്, ആൻറ്റി ലാംഗ്വേജ്, ഏതാണ്? ഓപ്ഷൻസ് ഏതായിരിക്കും? നയന എ പറഞ്ഞിട്ടുണ്ട്, ഹർഷ എ പറയുന്നുണ്ട്, അബിൻ പിഡ്ജിൻ പറയുന്നുണ്ട്, അബിൻ ബിയിലാണ് നിൽക്കുന്നത്. ആർക്കെങ്കിലും ഓപ്ഷൻ മാറ്റണമെങ്കിൽ മാറ്റാം. നോക്കൂ ഏതായിരിക്കും? എ, ബി, സി, ഡി. വേഗം ക്വസ്റ്റ്യൻ വായിക്കുന്നു, ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നു വിശ്വസിക്കുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിരിക്കും, അതൊരു ഹൈബ്രിഡ് ലാംഗ്വേജ് ആയിരിക്കും. ശരൺ എ പറയുന്നുണ്ട്, ക്രിയോൾ വരുന്നുണ്ട്, പാർവതി ക്രിയോൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ആൻസർ ചെക്ക് ചെയ്യാം. ദ ആൻസർ ഈസ് വെരി ഗുഡ്, എ, ക്രിയോൾ ആണ് ദ കറക്റ്റ് ആൻസർ. പിഡ്ജിൻ എന്താണ്? പിഡ്ജിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് simplified forms of communication that develop when speakers of different native language need to communicate but do not share a common language. Pidgin എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം imagine you have met a new friend and she only speaks Hindi and you only know Malayalam and you need to communicate. You are living in a room and you need to communicate. അപ്പം ഞാൻ അവള് മലയാളം പഠിക്കട്ടെ അല്ലെങ്കിൽ ഹിന്ദിക്കാർ വിചാരിക്കുകയാണ് ഇവള് ഹിന്ദി പഠിക്കട്ടെ എന്ന് വിചാരിച്ചാൽ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അപ്പം നിങ്ങളൊരു കോമൺ ഗ്രൗണ്ടിലെത്തും. ഓക്കെ, ഒരു ഏകദേശം ഒരേ രണ്ടും നിന്നും എടുത്ത് ഒരു ലാംഗ്വേജ് നിങ്ങൾ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും അല്ലേ? തും ബർത്തൻ ദോ എന്ന് പറയും മലയാളം. അപ്പൊ ഹിന്ദിക്കാരി മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സംഭവം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ആക്ച്വലി ഇതെങ്ങനെയാന്ന് വെച്ചാൽ, പണ്ട് ബ്രിട്ടീഷ് അല്ലെങ്കിൽ കോളനൈസേഷന്റെ സമയത്ത് ദ കോളനൈസറിനും സ്ലേവ്സിനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം അവർ ക്രിയേറ്റ് ചെയ്തൊരു കോമൺ ലാംഗ്വേജിനാണ് ഈ പിഡ്ജിൻ എന്ന് പറയാം. Pidgin typically have a limited vocabulary and simplified grammar compared to the languages from which they are derived. ഇപ്പം മലയാളം തന്നെ എടുത്ത് നോക്കും, സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ അതിൻ്റെതായ ഒരു കട്ടുകട്ടിയും കാഠിന്യവും ഒക്കെ മലയാളത്തിന് ഉണ്ടാവും. അതേസമയം പിഡ്ജിൻ എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ലാംഗ്വേജസ് നിന്നോ അല്ലെങ്കിൽ 3 ലാംഗ്വേജിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് കടമെടുത്ത ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഗ്രാമർ അത്ര സൊഫിസ്റ്റിക്കേറ്റഡോ ഒന്നും ആവണമെന്നില്ല. They often consist of basic words and expressions necessary for basic communication. Just ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രം. But Creole അപ്പം എന്തായിരിക്കും? Pidgin languages initially develop in situations of contact between speakers of different languages such as trade or colonization. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിഡ്ജിൻ അങ്ങനെ വരും. As the pidgin continues to be used over time and across generations, it expands its vocabulary and develops more complex grammatic structures to meet the communicative needs of its speakers. ഇപ്പം ആഫ്രിക്കൻ സ്ലേവ്സിനൊക്കെ അമേരിക്കയിൽ കൊണ്ടുവന്ന സമയത്ത്, ബ്രിട്ടൻ അങ്ങോട്ട് യൂറോപ്യൻ കൺട്രീസിലേക്ക് കൊണ്ടുവന്ന സമയത്ത് വാട്ട് ദേ ഡിഡ് വാസ്, അവരെന്ത് ചെയ്തു, ഈ എല്ലാ ജനറേഷൻസിനെയും ബാക്കിയുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചു. ഇവരും ഇവരുടെ കോളനൈസ്ഡും ആയിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അങ്ങനെ അവർ അടച്ചടച്ച് വളർത്തി. അപ്പൊ എന്ത് പറ്റി? ഈ വരുന്ന ജനറേഷനൊക്കെ ആഫ്രിക്കൻ ലാംഗ്വേജോ നേറ്റീവ് ലാംഗ്വേജോ കേൾക്കുന്നില്ല. അവർ കേൾക്കുന്നത് എന്താണ്? ഈ പിഡ്ജിൻ ആണ്. അപ്പൊ ഈ കേൾക്കുന്ന ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ പിഡ്ജിൻ ആണ് കേൾക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കുട്ടിയുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആ പിഡ്ജിൻ ആയിരിക്കും. അത് പിന്നെ യൂസ് ചെയ്ത് ജനറേഷനായി യൂസ് ചെയ്തിട്ട് സംഭവിക്കുന്നതാണ്. അത് എന്താവും? അത് ക്രിയോൾ ആവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു പഠാണി എന്ന് പറഞ്ഞ വിഭാഗം നിങ്ങൾ അറിയുമെന്ന് അറിയില്ല. അവരുടെ ഒരു സ്ലാങ് ഉണ്ട്, ഹിന്ദിയും മലയാളവും കൂടി കൊളാബറേറ്റ് ചെയ്തൊരു അവസ്ഥയാണത്. അടുക്കള ഹിന്ദി എന്നൊക്കെ കളിയാക്കി പറയുന്നത് കേൾക്കാം. അപ്പം അതിന് ഒരു വേറെ തന്നെ സ്ലാങ് ആണ്, കെസേ തൂ അങ്ങനെയൊക്കെ പറഞ്ഞു പോവും. പക്ഷെ അത് ഹിന്ദിയാണ്, പക്ഷെ മലയാളത്തിൻ്റെ ഒരു ടോണും ഉണ്ട്, എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളത്. അത് ക്രിയോളായി. As pidgin languages are passed down from generation to generation, they may become the primary or only means of communication for the community. When children grow up speaking the pidgin as their first language, it becomes native language for them. ഇനി എന്താണ് റിച്വൽ ലാംഗ്വേജ്? നമുക്ക് വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാവും. എന്തെങ്കിലും റിച്വൽസ് നടത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആ സമയത്ത് മാത്രമല്ല, അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുക. അത് റിച്വൽസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്. ഈ പിക്ചറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക്
മൂവീസിലൊക്കെ കണ്ട ഓർമ്മ വരും അല്ലേ? എക്സോസിസം ഒക്കെ നടത്തുമ്പോൾ അവർ വേറെ എന്തൊക്കെയോ ഭാഷയിൽ ഇങ്ങനെ പറയുന്നത് കേൾക്കാം അല്ലേ? കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആയിരിക്കില്ല. പലപ്പോഴും റിച്വലും ഇതേപോലെ കസ്റ്റംസ്, റിലീജിയസ് കസ്റ്റംസിനൊക്കെ നമ്മൾ കൂടുതലും ഇങ്ങനത്തെ റിച്വൽ ലാംഗ്വേജസ് ആയിരിക്കും ഉപയോഗിക്കുക. റിച്വൽ ലാംഗ്വേജ്, സ്പെഷ്യലൈസ്ഡ് ഫോം ഓഫ് ലാംഗ്വേജ് യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ റിലിജിയൻസ് ഓർ സെറിമണിയൽ പർപ്പസ്. എന്തായിരിക്കും ആന്റി ലാംഗ്വേജ്? ആന്റി എന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യാൻ പാടില്ല, എന്തോ തെറ്റാണെന്നുള്ള രീതിയിലാണ് ആന്റി ലാംഗ്വേജ്. ആൻഡ് ആന്റി ലാംഗ്വേജ് ഓൾസോ നോൺ ആസ് എ സീക്രട്ട് ലാംഗ്വേജ് ഓർ ക്രിപ്റ്റോലെക്ട്. Cryptolect is a form of language used by subgroups or community to exclude outsiders or maintain secrecy. കോഡ് ഭാഷ എന്ന് പറയും. അതായത് ഇപ്പോൾ ലവ് ലെറ്റർ അയക്കുമ്പോൾ നമ്മൾ കോഡ് ഭാഷയൊക്കെ ഉപയോഗിക്കില്ല, അത് ആ ക്ലാസ്സിലുള്ള ടീനേജേഴ്സിന് മാത്രം അറിയുന്നൊരു ഭാഷയായിരിക്കും. അതേപോലെ ഇപ്പോൾ ടെററിസ്റ്റുകൾ തമ്മിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പുറത്തുനിന്ന് ഒരാൾക്ക് മനസ്സിലാവാൻ പാടില്ല ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത ലാംഗ്വേജിനാണ് ആന്റി ലാംഗ്വേജ് എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. The simulation of language by the use of computers is said to be. The simulation of language. English student ചോദിക്കുന്നുണ്ട് ഹോൾ ടിക്കറ്റ് വന്നു. യെസ്, ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. Thank you, Fahima. The simulation of language by the use of computers is said to be option A stylistics ആണോ, ഓപ്ഷൻ ബി കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് ആണോ, ഓപ്ഷൻ സി അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് ആണോ, ഓപ്ഷൻ ഡി ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് ആണോ? The simulation of language by the use of computers ഏതായിരിക്കും? കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് നബിൻ പറയുന്നുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻ എ, ബി, സി, ഡി ഏതായിരിക്കും? ബി 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 എന്നിങ്ങനെ വരുന്നുണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് ഓപ്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ കമ്പ്യൂട്ടേഷണൽ വേർഡ് ഉണ്ട്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്. എന്താണ് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്? Is a field at the intersection of linguistics and computer science that focuses on the computational aspects of language. കമ്പ്യൂട്ടറും അതായത് ടെക്നോളജിയും ലാംഗ്വേജും തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുന്നത്. Computational linguistics has diverse applications in various fields including artificial intelligence. അല്ലേ, നമുക്കറിയില്ലേ, നമ്മളിപ്പം ജസ്റ്റ് ഒരു വോയിസ്, സിറി അല്ലേ, ജസ്റ്റ് ഒരു വോയിസ് അയച്ചാൽ തിരിച്ചിങ്ങോട്ട് വരും. അതൊക്കെ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഒരു ലിംഗ്വിസ്റ്റിക്സ് അവർക്ക് ഗ്രാമറും എല്ലാം കൊടുത്തുകൊണ്ടാണ്, കമ്പ്യൂട്ടറിലേക്ക് അത് അപ്ലൈ ചെയ്തുകൊണ്ടാണ് തിരിച്ച് അതേപോലെ നമ്മുടെ ലാംഗ്വേജിൽ ഇങ്ങോട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻറ്ററാക്ഷൻ, ഇൻഫർമേഷൻ റിട്രീവൽ, അങ്ങനെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എല്ലാത്തിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി എന്താണ് സ്റ്റൈലിസ്റ്റിക്സ്? Stylistics examines how language is used in different contexts to create particular effects, convey meaning and evoke emotions. It analyzes the choices that writer or speaker make regarding vocabulary, grammar and syntax. ഇത് ഒരു എന്താ പറയുക, ലിറ്ററേച്ചർ റിലേറ്റഡ് ആണ് അല്ലേ? സ്റ്റൈലിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓഥർ എന്താണ് അദ്ദേഹത്തിന്റെ വരികളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തിന്റെ വൊക്കാബുലറി, അദ്ദേഹത്തിന്റെ ഗ്രാമർ, സിൻടാക്സ് എല്ലാം നോക്കിയിട്ട് അത് പഠിക്കുന്നതിനാണ് എന്ത് പറയാ, സ്റ്റൈലിസ്റ്റിക്സ് എന്ന് പറയാ. Applied linguistics എന്തായിരിക്കും? Is a field of study that focuses on the particular application of linguistic theories, methods and finding to real world issues and context. അതായത് ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിന്നുള്ള തിയറീസ് എല്ലാം എടുത്തിട്ട് ലിംഗ്വിസ്റ്റിക്സിൽ അപ്ലൈ ചെയ്യുക. സൈക്കോളജിയിൽ നിന്നും സോഷ്യോളജിയിൽ നിന്നും എല്ലാത്തിൽ നിന്നും തിയറീസ് എടുത്തിട്ട് റിയൽ ലൈഫിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾക്ക് ബൈലിംഗ്വൽ ആയിട്ടുള്ള കുട്ടികൾക്കുള്ള പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു ഫോറിൻ കൺട്രിയിൽ എത്തിക്കഴിഞ്ഞാലുള്ള ലാംഗ്വേജ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും സ്പെഷ്യലി എനേബിൾഡ് ചിൽഡ്രൻ ആണെങ്കിൽ അവർക്കുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എല്ലാ രീതിയിലും നമ്മൾ അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് യൂസ് ചെയ്യും. എന്താണ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ്? ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് how languages change over time and how they are related to one another. നമ്മളിപ്പോ ഓൾഡ് ഇംഗ്ലീഷ് അല്ലെ, ആംഗ്ലോ സാക്സൺ ഏജ് മുതലുള്ള ഇംഗ്ലീഷ് നമ്മൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് ആണ് ഈ സ്റ്റഡി നടത്തുന്നത്. എവിടെ നിന്നാണ് ഇംഗ്ലീഷ്, ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത്, പഴയ ലാംഗ്വേജസ് ഓരോന്നിന്റെയും ഗ്രോത്ത് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ആണെങ്കിൽ തംസ് അപ്പ് ചെയ്യാട്ടോ. ബോർ അടിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒരു തംസ് അപ്പ് ഇട്ടേ. ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തെല്ലാം ക്ലിയർ ആയിട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. തംസ് അപ്പ് ഇട്ടോളൂ കേട്ടോ.
ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ നമുക്കറിയാലോ. ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം. The next question. When a linguist refers to middle class speech or working class speech, they are talking about dash. When എല്ലാവർക്കും thumbs up ഒക്കെ വരുന്നുണ്ട്. താങ്ക് യു എല്ലാവർക്കും മനസ്സിലാവണമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇനിയും നമ്മളിപ്പോൾ 6th ക്വസ്റ്റ്യൻ എത്തിയിട്ടുള്ളൂ. നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ലാസ്റ്റിലേക്കൊക്കെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. When a linguist refers to middle class speech അല്ലെങ്കിൽ working class speech എന്ന് പറയുമ്പോൾ അവർ ആരെ കുറിച്ചാണ്, എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഇഡിയോലെക്റ്റ് ആണോ, സോഷ്യൽ ഡയലക്റ്റ് ആണോ, ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദി ഹൈബ്രോ സ്പീച്ച് ആണോ, സ്പീച്ച് ഡിസബിലിറ്റി ആണോ? എന്തിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്? മിഡിൽ ക്ലാസ് സ്പീച്ച് അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് സ്പീച്ച് എന്ന് പറയുമ്പോൾ ഇതിലെ ഏത് ഏരിയ ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക? ക്ലാസ്, മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? സോഷ്യൽ ഡയലക്റ്റ് എന്ന് പാർവതി പറയുന്നുണ്ട്. അഷിക, നയന പറഞ്ഞു ബി ആണ് പറയുന്നത്. പിന്നെ എവിടെ? ഹർഷ, സൂസൻ, ശിവപ്രിയ ഒക്കെ വേഗം പറയൂ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതായിരിക്കും ഓപ്ഷൻ? സോഷ്യൽ ക്ലാസ് അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസിനെ കുറിച്ച് പറയുമ്പോൾ ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഏത് ഓപ്ഷൻ ആയിരിക്കും? നമുക്ക് നോക്കാം. സോഷ്യൽ ഡയലക്റ്റ് എന്നാണ് എല്ലാവരും പറയുന്നത്. ആൻസർ ഈസ് സോഷ്യൽ ഡയലക്റ്റ്. വെരി ഗുഡ്, എല്ലാവരും ഗുഡ്. അപ്പം സോഷ്യൽ ഡയലക്റ്റ് ആണ് ഒബ്വിയസ്ലി നമുക്ക് ക്ലാസ്സസിനെ കുറിച്ച് പറയുമ്പോൾ അത് സൊസൈറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. സോഷ്യൽ ഡയലക്റ്റ് ഓൾസോ നോൺ ആസ് സോഷ്യലക്റ്റ്. സോഷ്യൽ ഡയലക്റ്റ് ഓൾസോ നോൺ ആസ് സോഷ്യലക്റ്റ്. ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം. ഞാൻ ബുക്കും പെന്നും എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. refers to variations in language use associated with social groups or classes within a society. These variations can include differences in vocabulary, pronunciation, grammar and even non-verbal communication. ആ ഗ്രൂപ്പിൽ നടക്കുന്ന എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് സ്റ്റഡി നടത്തുക. Social dialects can be influenced by factors such as socio-economic status, education level, ethnicity. അതായത് ഒരു സൊസൈറ്റിയിലെ ഒരേ ലാംഗ്വേജ് തന്നെ സംസാരിക്കുന്നവർ പക്ഷെ അവരുടെ ജോഗ്രഫിക്കൽ കാരണങ്ങളോ എഡ്യൂക്കേഷണൽ ലെവലോ അവരുടെ ഏത് റീസൺ കൊണ്ടും ലാംഗ്വേജസിൽ ചെറിയ വ്യത്യാസങ്ങൾ വരിക. നമ്മളുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാരുടെ മലയാളം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് അല്ലേ. എന്തിരപ്പി എന്ന് പറഞ്ഞ് തുടങ്ങും അവിടെ നിന്ന് അല്ലേ. എന്താ പടി അല്ലേ? കൊച്ചിയിൽ വേറെ സ്ലാങ്, ആലപ്പുഴയിൽ വേറെ സ്ലാങ്, കോഴിക്കോട് എത്തിയ വേറെ സ്ലാങ്, മലപ്പുറം എത്തിയ വേറെ സ്ലാങ്. അപ്പം ഈ ചേഞ്ചസിനെ കുറിച്ചൊക്കെ പഠിക്കാം. ഇഡിയോലെക്റ്റ് എന്ന് പറഞ്ഞാൽ an idiolect refers to the unique linguistic patterns and characteristics of an individual speaker. നേരത്തെ നമ്മൾ സോഷ്യൽ സിറ്റുവേഷനിലാണ്. ഇവിടെ എന്താ? ഒരാളുടെ അവരുടെ സ്പീച്ച് ബാക്കിയുള്ളവരുമായിട്ടുള്ള വേരിയേഷൻ എന്താണ്? അവരുടെ ഓരോരുത്തർക്കല്ലേ തനതായ രീതി ഉണ്ടാവും സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരു വ്യക്തി സംസാരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുക. Idiolects are shaped by various factors including upbringing, education, social interaction. അല്ലേ? എൻ്റെ ലാംഗ്വേജ് എങ്ങനെയാണ് എനിക്ക് ഇങ്ങനത്തെ ലാംഗ്വേജ് കിട്ടിയത്? ഞാൻ പഠിച്ച സ്കൂളായിരിക്കാം, ഞാൻ എൻ്റെ ഫാമിലി സിറ്റുവേഷൻ, എൻ്റെ എക്കണോമിക് സിറ്റുവേഷൻ എല്ലാം കൂടി ആണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും, ഓരോ സിറ്റുവേഷനിലായിരിക്കും ഓരോരുത്തർ വളർന്നിട്ടുണ്ടാവുക, ഓരോ സിറ്റുവേഷനിലായിരിക്കും ഓരോരുത്തർ ജീവിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ലാംഗ്വേജും വ്യത്യാസമായിരിക്കും. Transcription of highbrow speech. Transcription of highbrow speech typically involves accurately representing the vocabulary, grammar and pronunciation used by speakers who are considered sophisticated, educated or cultured. ഇവിടെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ശശി തരൂർ അല്ലേ. ശശി തരൂർ ഇംഗ്ലീഷിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡിക്ഷണറി അല്ലെങ്കിൽ ഫോണിൽ ഡിക്ഷണറി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടേ നമുക്കത് വായിക്കാൻ പറ്റൂ. ഒരു അക്ഷരം മനസ്സിലാവില്ല അല്ലേ. അപ്പൊ എന്താണ് അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ട് കൾച്ചർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പോലത്തെ ലാംഗ്വേജ് ആയിരിക്കും. ദിസ് മേ ഇൻക്ലൂഡ് ഫോർമൽ ലാംഗ്വേജ്, എലിവേറ്റഡ് വൊക്കാബുലറി, പ്രിസൈസ് ഗ്രാമർ ആൻഡ് പോസിബിലി ഈവൻ ഫോറിൻ ലോൺ വേർഡ്സ് ഓർ ഫ്രേസസ്. നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കേൾക്കാത്ത പല വാക്കുകളായിരിക്കും ചിലപ്പോൾ അവരുടെ ലാംഗ്വേജിൽ ഉണ്ടാവുക. സെവൻത് ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കോളാം. സെവൻത് ക്വസ്റ്റ്യൻ.
In 1957, Noam Chomsky published Syntactic Structure, in which he developed the idea that each sentence in a language has two levels of representation, namely നോം ചോംസ്കിയുടെ 1957 ആയിട്ടുള്ള വർക്കിൽ സിന്റാക്ടിക് സ്ട്രക്ചർ എന്ന വർക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, he developed the idea that each sentence in a language has two levels of representation. ഏതൊരു ലാംഗ്വേജിലെയും ഒരു സെന്റൻസിന് two level of representation ഉണ്ട്. അതേതായിരിക്കും? ഓപ്ഷൻ എ ഡീപ് സ്ട്രക്ചർ ആൻഡ് സർഫേസ് സ്ട്രക്ചർ ആണോ? ബി വീക്ക് സ്ട്രക്ചർ ആൻഡ് സ്ട്രോങ് സ്ട്രക്ചർ ആണോ? സി സിംഗിൾ സ്ട്രക്ചർ ആൻഡ് ഡബിൾ സ്ട്രക്ചർ ആണോ? അല്ലെങ്കിൽ ഡി മേജർ സ്ട്രക്ചർ ആൻഡ് മൈനർ സ്ട്രക്ചർ ആണോ? ഡീപ് സ്ട്രക്ചർ, സർഫേസ് സ്ട്രക്ചർ, weak structure, strong structure, single or double structure, major structure and minor structure. ഇതിൽ ഏത് രീതിയിലായിരിക്കും നമ്മൾക്ക് ഒരു സെന്റൻസ് നോക്കി കാണാൻ പറ്റുക? നോം ചോംസ്കി ഉപയോഗിച്ച കറക്റ്റ് ഫ്രേസ് എന്താണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. എ എന്നിങ്ങനെ വരുന്നുണ്ട്, ഡീപ് സ്ട്രക്ചർ ആൻഡ് സർഫേസ് സ്ട്രക്ചർ എന്നിങ്ങനെ ആൻസേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ബെൻ, ശിവപ്രിയ എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. നമുക്ക് നോക്കാം. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഡീപ് സ്ട്രക്ചർ ആൻഡ് സർഫേസ് സ്ട്രക്ചർ. വെരി ഗുഡ്. എനിക്ക് ഇത്രയും പഠിപ്പികളായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ വളരെ അഭിമാനം തോന്നുന്നുണ്ട് കേട്ടോ. ഡീപ് സ്ട്രക്ചർ ആൻഡ് സർഫേസ് സ്ട്രക്ചർ. ഡീപ് സ്ട്രക്ചർ ആൻഡ് സർഫേസ് സ്ട്രക്ചർ, അതായത് ഒരു സെന്റൻസിന് ഒരു ഡെപ്തിൽ ഒരു മീനിങ് ഉണ്ടാവും, സർഫേസിൽ ഒരു മീനിങ് ഉണ്ടാവും. ഓക്കെ. And the next question, sociolect is also known as, വേഗം ആൻസർ പറഞ്ഞ കുറച്ചൊരു മിനിറ്റുകൾക്ക് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. sociolect is also known as ഓപ്ഷൻ എ ഡയലക്റ്റ് ആണോ? ബി ഇഡിയോലെക്റ്റ് ആണോ? സി സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ആണോ? ഡി സോഷ്യൽ ഡയലക്റ്റ് ആണ്? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. ഡയലക്റ്റ് ആണോ? ഇഡിയോലെക്റ്റ് ആണോ? സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ആണോ? സോഷ്യൽ ഡയലക്റ്റ് ആണോ? Dialect, idiolect, sociolinguistics, social dialects. ഒരുപാട് പേര് ഓപ്ഷൻ ഡി എന്ന് പറയുന്നുണ്ട്, സോഷ്യൽ ഡയലക്റ്റ് ആണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഓഫ് കോഴ്സ്, കാരണം നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്താണ്. ആൻഡ് ദ ആൻസർ ഈസ് സോഷ്യൽ ഡയലക്റ്റ്. വെരി ഗുഡ്. ഇതേ ഒരു എനർജിയിലൂടെ നമുക്ക് ഈ 20 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യണം. എല്ലാവരും പെട്ടെന്ന് ആൻസർ പറയണം. ആരാ ആദ്യം പറയാൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to Dictionary of Linguistics and Phonetics, a traditional term for the study of the rules governing the way words are combined to form sentence in a language is known as. Question ആണ് ഒന്നുകൂടി വായിച്ചുതരാം. According to Dictionary of Linguistics and Phonetics, a traditional term for the study of the rules governing the way words are combined to form sentence in a language. ഒരു ലാംഗ്വേജിൽ വേർഡ്സ് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ളതിന് യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ ടേം ഏതാണ്? ഡിക്ഷണറി ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ഫോണറ്റിക്സിൽ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ ടേം ഏതാണ്? മോർഫോളജി ആണോ? സിൻടാക്സ് ആണോ? ഗ്രാമർ ആണോ? പ്രൊനൗൺസിയേഷൻ ആണോ? ഏതാണ്? മോർഫോളജി, സിൻടാക്സ്, ഗ്രാമർ, പ്രൊനൗൺസിയേഷൻ. എ, ബി, സി, ഡി. സിൻടാക്സ് പറയുന്നുണ്ട്. ഓപ്ഷൻ ബി ഒരുപാട് പേര് പറയുന്നുണ്ട്. ഓപ്ഷൻ ബി ആണോ നോക്കാം. ആൻഡ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, സിൻടാക്സ്. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Human language differs from communication systems of other animals because എന്ത് കാരണം കൊണ്ടാണ്? Human language differs from communication systems of other animal because humans have closed system and lack recursion ആണോ? Humans can vocalize ആണോ? Humans have open system and use recursion ആണോ? Human languages lack displacement and have prediction. ഇതിൽ ഏത് ഓപ്ഷൻ ആണ്? എ ആണോ? ബി ആണോ? സി ആണോ? ഡി ആണോ? എങ്ങനെയാണ് ഹ്യൂമൻ ലാംഗ്വേജ് ബാക്കി ആനിമൽസിന്റെ ലാംഗ്വേജുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡിഫറെൻ്റ് ആയിരിക്കുന്നത്? ക്ലോസ്ഡ് സിസ്റ്റം ആണോ? ഓപ്പൺ സിസ്റ്റം ആണോ? അല്ലെങ്കിൽ നമുക്ക് വോക്കലൈസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണോ? അല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ലാക്ക് ഉള്ളത് കൊണ്ടാണോ? ഏത് റീസൺ കൊണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ സി നിഹാല പറയുന്നുണ്ട്, ശരൺ, ഹർഷ, പാർവതി എ പറയുന്നുണ്ട്, എബിൻ ഡി പറയുന്നുണ്ട്, നയന ബി പറയുന്നുണ്ട്. ഏത് ഓപ്ഷൻ ആണ്?
നമുക്ക് നോക്കാം. ഒരുപാട് പേര് പല ഓപ്ഷൻസ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് നോക്കാം ആരതാണ് കറക്റ്റ് ആൻസർ. ആൻഡ് ആൻസർ ഇസ് സി, ഓപ്ഷൻ സി. ഹ്യൂമൻസ് ഹാവ് ഓപ്പൺ സിസ്റ്റം അല്ലെ, നമ്മുടെ ഓപ്പൺ സിസ്റ്റം ആണ്. നമ്മൾ ഗ്രാമർ എല്ലാം ഓപ്പൺ സിസ്റ്റം ആണ്. ആൻഡ് യൂസ് റിക്കേർഷൻ. നമ്മൾ റിക്കേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിന്റെ കൂടെ വേറൊരു സെന്റൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഐ സോ എ കാറ്റ് അല്ലെങ്കിൽ ഐ സോ എ കാറ്റ് ഈറ്റിംഗ് എ റാറ്റ് എന്നൊരു സെന്റൻസ് വന്നു. റിക്കേർഷൻ എന്ന് പറയുമ്പോൾ ദ ഡോഗ് വാസ് റണ്ണിങ് ബിഹൈൻഡ് ദ കാറ്റ് ഹു ഏറ്റ് ദ റാറ്റ്. അവിടെ നമ്മൾ ഒരു സെന്റൻസിന്റെ കൂടെ വേറൊരു സെന്റൻസ് ആഡ് ചെയ്യാനുള്ള നമുക്ക് പറ്റുന്നുണ്ട്. ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ പറ്റുമോ? അതിനാകെ അറിയാം ബൊബോ കുക്കു എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ലാംഗ്വേജ് ബാക്കി ആനിമൽസിന്റെ ലാംഗ്വേജുമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ളത്. വോക്കലൈസ് ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല, കാരണം എവറി ആനിമൽസ് ക്യാൻ വോക്കലൈസ് അല്ലേ. ഡോഗ്സിനും ആനിമൽസിനും ഹ്യൂമൻ ബീങ്സിനും ഒക്കെ വോക്കലൈസ് ചെയ്യാൻ പറ്റും. That doesn't make it different. Okay, now next question. Language learning processes like how language is acquired, how language is stored in the brain, how language is accessed and processed by the brain are studied under ഏത് ഓപ്ഷൻ ആണ്? Language learning processes like how language is acquired, how language is stored in the brain, how language is accessed and processed by the brain are studied under ഏത് കാറ്റഗറിയിലാണ് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്? ലാംഗ്വേജ് എങ്ങനെയാണ് എക്വയർ ചെയ്യുന്നത്, ലാംഗ്വേജ് നമ്മുടെ ബ്രെയിനിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ലാംഗ്വേജ് എങ്ങനെയാണ് എക്സസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്? സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ആണോ, അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് ആണോ, സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് ആണോ, അല്ലെങ്കിൽ നൺ ഓഫ് ദി അബവ്? സൈക്കോലിംഗ്വിസ്റ്റിക്സ് നബിൻ പറയുന്നുണ്ട് സി, പാർവതി സി പറയുന്നുണ്ട്, ഹർഷ സി പറയുന്നുണ്ട്. സൈക്കോലിംഗ്വിസ്റ്റിക്സിലാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ശിവപ്രിയ എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്, വേഗം പറയൂ. ശരണൊക്കെ എവിടെ? സുമിത്ത് ഉണ്ട്, അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. നിഹാല. എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. ദ ആൻസർ ഇസ് സൈക്കോലിംഗ്വിസ്റ്റിക്സ്. ഓഫ് കോഴ്സ് സൈക്കോലിംഗ്വിസ്റ്റിക്സ് ആണ്. ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ് എന്തിനു വേണ്ടിയിട്ടുള്ളത്, ലാംഗ്വേജ് എങ്ങനെയാണ് എക്വയർ ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ സൈക്കോലിംഗ്വിസ്റ്റിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് ഡിഫറെന്റ് ഫസ്റ്റ് ലാംഗ്വേജസ്, ഹു സ്പീക്ക് ഡിഫറെന്റ് ട്രൈബൽ ലാംഗ്വേജസ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. ഡാഷ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് who have different first languages, who speak different tribal languages. രണ്ട് വ്യക്തികൾ, അവർ രണ്ടുപേരും ഡിഫറെന്റ് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്, ഡിഫറെന്റ് ട്രൈബൽ ലാംഗ്വേജ് ആണ്. അവർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്താണ് പറയാ? ബിസിനസ് ലാംഗ്വേജ് ആണോ, കോഡ് സ്വിച്ചിങ് ആണോ, ലിംഗ്വ ഫ്രാങ്ക ആണോ, നൺ ഓഫ് ദി അബവ് ആണോ? ഏതായിരിക്കും? ബിസിനസ് ലാംഗ്വേജ്, കോഡ് സ്വിച്ചിങ്, ലിംഗ്വ ഫ്രാങ്ക, നൺ ഓഫ് ദി അബവ്. സി 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 എന്നിങ്ങനെ വരുന്നുണ്ട്. ഹർഷ പറയുന്നുണ്ട്. അബിൻ എവിടെ? അബിനെ കാണാനില്ലല്ലോ. അബിൻ ലിംഗ്വ ഫ്രാങ്ക പറയുന്നുണ്ട്. ബാക്കി പാർവതി, ശിവപ്രിയ. ഓക്കെ, ഏതാണ് നോക്കാം. ആൻസർ ഇസ് ഓപ്ഷൻ സി, ലിംഗ്വ ഫ്രാങ്ക. വെരി ഗുഡ്. ലിംഗ്വ ഫ്രാങ്ക ആണ് correct answer. എന്താ ലിംഗ്വ ഫ്രാങ്ക? ലിംഗ്വ ഫ്രാങ്ക is a language that is adopted as a common means of communication between speakers whose native languages are different. It serves as a bridge between, അതായത് രണ്ടുപേർക്കും ഡിഫറെന്റ് നേറ്റീവ് ലാംഗ്വേജ് ആയിരിക്കും. നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോമൺ ഗ്രൗണ്ടിൽ എത്തുമ്പോഴാണ് അതിന് ലിംഗ്വ ഫ്രാങ്ക എന്ന് പറയാ. എന്തായിരിക്കും അപ്പോൾ ബിസിനസ് ലാംഗ്വേജ്? ഓഫ് കോഴ്സ് ഒരു ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനായിട്ട് അവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്, ചില രീതികളുണ്ട് അല്ലേ. ഇപ്പം എൽ പി വെക്കണം കേട്ടോ രാവിലെ എന്ന് ഒരു സ്കൂളിൽ ഒരു ടീച്ചർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല, കാരണം അത് അവിടുത്തെ ബിസിനസ് ലാംഗ്വേജ് ആണ്. എൽ പി എന്താണ്? ലെസൺ പ്ലാനിന് ഡിനോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ ഒരു ടീച്ചറിന് മനസ്സിലാവും അല്ലെ. അതേപോലെ ഒരു ബിസിനസ് എന്റർപ്രൈസിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ വേർഡ്സ് ഉണ്ടാവും, അവർക്ക് അവരുടേതായ എന്താ പറയുക അക്രോണിംസും പലതും ഉണ്ടാവും. The term business language typically refers to the specialized vocabulary, jargons, and communication practices used within the context of business and commerce. It includes terms and phrases specific to various industries such as finance, marketing, management, and sales. അതൊക്കെ റിലേറ്റഡ് പല വാക്കുകളും ഉണ്ടാവും. ഓക്കെ, അതാണ് ബിസിനസ് ലാംഗ്വേജ്. ആൻഡ് കോഡ് സ്വിച്ചിങ് എന്താ? കോഡ് സ്വിച്ചിങ് refers to the practice of alternating between two or more languages or dialects within a single conversation or interaction. ഒരു കോൺവെർസേഷനിൽ ഒരൊറ്റ സെന്റൻസിൽ തന്നെ പല ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിനാണ്
എന്ത് കോഡ് സ്വിച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ബൈലിംഗ്വൽ ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും ചെയ്യുന്നതാണ്. നമ്മൾ തന്നെ അല്ലേ, ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു സെന്റൻസിൽ എത്ര ഉണ്ട്, മലയാളവും ഇംഗ്ലീഷും എന്തൊക്കെയൊക്കെയോ കുത്തിക്കയറ്റുന്നുണ്ട് അല്ലേ. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ കോഡ് സ്വിച്ച് ചെയ്യുക. അത് സിറ്റുവേഷൻ അനുസരിച്ച് മാറിയിരിക്കാം, നമ്മൾ സംസാരിക്കുന്ന എന്താ പറയുക ടോപ്പിക്കിനനുസരിച്ചിരിക്കാം അല്ലേ. ഇപ്പോൾ ഒരു മലയാളത്തിൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതൽ മലയാളമായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ഞാനിവിടെ നിങ്ങൾക്ക് PGയുടെ ക്ലാസ് എടുക്കുമ്പോൾ ഐ ബി യൂസിങ് മോർ ഇംഗ്ലീഷ്. അപ്പോൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്യുക, അതിനാണ് ഈ കോഡ് സ്വിച്ചിങ് എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is the smallest meaningful unit within a language system? Linguistic അറിയാത്തതും linguistic എന്ന് പറയുന്ന സാധനത്തിന്റെ ബേസിക് കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസർ വരട്ടെ. Which of the following is the smallest meaningful unit within a language system? ഒരു ലാംഗ്വേജ് സിസ്റ്റത്തിലെ smallest unit. എന്ത് യൂണിറ്റ്? മീനിങ്ഫുൾ യൂണിറ്റ്. വേർഡ് ആണോ, മോർഫീം ആണോ, ഫൊനീം ആണോ, ഗ്രാഫീം ആണോ? ഫൊനീം, ഫൊനീം, ഫൊനീം വരുന്നുണ്ട്. ഓപ്ഷൻ സി വരുന്നുണ്ട്, ഓപ്ഷൻ ബി വരുന്നുണ്ട്. സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഓപ്ഷൻ ഇട്ടവർക്ക് വേണമെങ്കിൽ മാറ്റിയിടാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടോളാം. സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി വരുന്നുണ്ട്, ബി പറയുന്നുണ്ട്, മോർഫീം പറയുന്നുണ്ട്, പിന്നെ മാറ്റി പറഞ്ഞു. നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. The answer is option B, morpheme. Morpheme ആണ് എന്ത്? Smallest meaningful unit. Morpheme is the smallest meaningful unit in the language. It can be a word such as dog, run, or it can be a part of word such as prefix or suffix that carries meaning. Word എന്ന് പറയാൻ പറ്റില്ല. Dog ഇപ്പോൾ ഒരു വേർഡ് അല്ലേ നിങ്ങൾ ചോദിക്കും. പക്ഷെ എന്താ മോർഫീമിൽ ഇത് വരും? അൺ എന്ന് പറയുമ്പം അൺഹാപ്പിനെസ്. അവിടെ ഒരു മീനിങ് അൺ എന്ന് പറയുമ്പോൾ അവിടെ നോൺ എന്നുള്ളത് വരുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു മീനിങ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഏറ്റവും സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ്. For example, the word unhappiness. Un is a morpheme meaning not. Happy is morpheme meaning feeling joy. And ness is a morpheme indicating the state of condition. അപ്പോൾ എന്തായിരിക്കും phoneme എന്താണ്? അത് അവിടെയാണ് കൺഫ്യൂസ് വന്നത് അല്ലേ. Phoneme is the smallest unit of sound. Smallest meaningful unit അല്ല. Unit of sound in a language that can distinguish words from each others. It represents a set of sounds that are perceived as the same by speakers. Phoneme നമുക്ക് അറിയാലോ അല്ലേ, നമ്മളുടെ ഫോണറ്റിക്സ് പ ബ ഠ ഡ ഖ ഗ ഛ ജ, അതായത് സ്മോളസ്റ്റ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന സ്മോളസ്റ്റ് സൗണ്ട്സിനെയാണ് ഫോണീംസ് എന്ന് പറയാം. ഇതുവരെ ക്ലിയർ ആണ്? നിങ്ങൾ എല്ലാവരും തംസപ്പ് ഇടൂ കേട്ടോ. പറഞ്ഞൊക്കെ ക്ലിയർ ഉണ്ടെങ്കിൽ തംസപ്പ് ഇടൂ. എന്താണ് ഗ്രാഫീം? A grapheme is the smallest unit of writing system that represents a phoneme in a language. നേരത്തെ നമ്മൾ phoneme എന്താ പറഞ്ഞത്? സ്മോളസ്റ്റ് സൗണ്ട് നമുക്ക് കേൾക്കും. ഇത് റൈറ്റിംഗ് ആണ്, അതായത് ആൽഫബറ്റ്സ് എ ബി അല്ലെങ്കിൽ മലയാളത്തിൽ ആ, ഇതെല്ലാം എന്താണ്? ഗ്രാഫീം ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 14th ക്വസ്റ്റ്യൻ. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ബാക്കിയുള്ളൂ. ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളാം. ശ്രദ്ധിച്ച് കേട്ടോളാം. ഇനി ഓപ്ഷൻ മാറ്റാനുള്ള ഒരു ചാൻസ് ഞാൻ തരില്ല കേട്ടോ. The application of linguistics to the study of all genres of literature and especially to the study of authorial style is the application of linguistics to the study of all genres of the literature and especially to the study of authorial style is. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേട്ടവർക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഏതാണ്? ഓപ്ഷൻ എ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ആണോ, ഡിസ്കോഴ്സ് അനാലിസിസ് ആണോ, സ്റ്റൈലിസ്റ്റിക്സ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? നമ്മളിപ്പോൾ കുറച്ച് നേരം മുന്നേ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആണ്. ശ്രദ്ധിച്ച് കേട്ടവർക്ക് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ്? ഓപ്ഷൻ ബി എന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടോളാം. ഒരു ലിംഗ്വിസ്റ്റിക് സ്റ്റഡി നടത്താണ് ലിറ്ററേച്ചറിൻ്റെത്. എങ്ങനെ? ഒത്തോറിയൽ സ്റ്റൈൽ, ഓഥറിന്റെ സ്റ്റൈൽ എന്താണെന്ന് ശ്രദ്ധിച്ച് സ്റ്റഡി നടത്തുന്നതിന് എന്താണ് പറയുക? ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി എന്ന് സ്റ്റൈലിസ്റ്റിക്സ് എബിൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഓപ്ഷൻ ബിയിൽ നിൽക്കുകയാണ്. ആൻഡ് ആൻസർ ഈസ് സ്റ്റൈലിസ്റ്റിക്സ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്, അതാണ് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയുന്നത്. ഇതേ അബദ്ധം നിങ്ങൾ എക്സാമിന് ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ ഞാനിങ്ങനെ ഒച്ചയും വിളിയിട്ട് പറഞ്ഞിട്ടും നിങ്ങൾ എക്സാമിന് പോയി തെറ്റിച്ചാൽ എനിക്ക് സങ്കടമാവും. ഓക്കെ, stylistics നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. The next question, an expression in which a part stands for the whole or an individual for a class of things or material for the things made from it. അതായത്
പാർട്ട് മൊത്തം സാധനത്തിനെ ഡിനോട്ട് ചെയ്യുക. അതിനെന്താണ് പറയുക? ഹൈപ്പർബലി ആണോ, സിനക്ഡെക്കി ആണോ, മെറ്റഫർ ആണോ, സിമിലി ആണോ? ഒരു പാർട്ട്, an expression in which a part stands for the whole or an individual for a class or things or material for the things made from it. എന്തായിരിക്കും? സിനക്ഡെക്കി എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ബി വരുന്നുണ്ട്. ആഷിക ഫാത്തിമ സി നേരത്തെ പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ ബി ഒക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പറയട്ടെ, എല്ലാവരും പറയാനുള്ളവർ. ഇനി ആർക്കെങ്കിലും ഓപ്ഷൻസ് പറയാൻ വേഗം. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ ബിയിലാണ് എല്ലാവരും നിൽക്കുന്നത്. നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സിനക്ഡെക്കി. അപ്പൊ എന്തായിരിക്കും സിനക്ഡെക്കി എന്ന് പറഞ്ഞാൽ? സിനക്ഡെക്കി is a figure of speech in which a part of something is used to represent the whole or vice versa. അതായത് ഒരു സാധനത്തിന്റെ ഒരു ചെറിയ ഭാഗം അതിനെ മൊത്തത്തിന് റെപ്രസെന്റ് ചെയ്യാം. അപ്പം I bought new wheels എന്ന് പറയും. ഞാൻ ചക്രം വാങ്ങിയെന്നാണോ, അല്ലെങ്കിൽ ഞാൻ ടയർ വാങ്ങിയെന്നാണോ? അല്ല, ഞാനൊരു പുതിയ കാർ വാങ്ങിയെന്നാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഫ്രേസിൽ എന്താ? വീൽസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് ഓഫ് ദിസ് കാർ റെപ്രസെന്റ്സ് ദി എൻറ്റയർ കാർ or the entire object. ഒരു മൊത്തം ഒബ്ജക്റ്റിനെ അതിന്റെ ഒരു ചെറിയ പാർട്ട് വെച്ച് ഡിനോട്ട് ചെയ്യുന്നതിനാണ് എന്ത്? സിനക്ഡെക്കി എന്ന് പറയുക. ഹൈപ്പർബലി എന്താണ്? ഹൈപ്പർബലി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഹൈപ്പർബലി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഹൈപ്പർബലി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സിനിമയുടെ പേര് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യും. Hyperbole is a figure of speech in which exaggeration is used for emphasis or effect. Hyperbole is a figure of speech in which exaggeration is used for emphasis or effect. It involves making an overstatement or stretching the truth beyond what is reason for rhetorical effects. അതായത് നമ്മൾ ചെറിയൊരു കാര്യം ഊതിർപ്പിച്ച് വലുതാക്കുന്നതിനാണ് ഹൈപ്പർബലി എന്ന് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എൻ്റെ തല ഇപ്പോൾ പൊട്ടിത്തെറിക്കും, തല വേദനിച്ചിട്ട് പോയി എൻ്റെ തല ഇപ്പോൾ പൊട്ടിത്തെറിക്കും. തല പൊട്ടിത്തെറിക്കാൻ പോകുന്നില്ല, ബട്ട് അതൊന്ന് എക്സാജറേറ്റ് ചെയ്യാണ്. എനിക്ക് അത്രയും ഏക്കിങ് ഹെഡ് ആണ്, അത്രയും സഹിക്കാൻ വയ്യ, ബട്ട് അത് നമ്മൾ കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്യുന്നതിനാണ് ഹൈപ്പർബലി എന്ന് പറയാം. ഒരു സിനിമന്റെ പേര് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് ഓർമ്മ വരുന്നില്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ മീനിങ് വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഹൈപ്പർബലി. ഇപ്പൊ എൻ്റെ സ്റ്റുഡൻസിനെ ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. നമ്മുടെ ഫേവറേറ്റ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി ബാഹുബലി. ബാഹുബലിയിൽ എന്താണ്? മൊത്തം ഹൈപ്പർബലി അല്ലേ? ചുമ്മാ അങ്ങോട്ട് അടിച്ചു വിട്ടതല്ലേ? ബഡായിന്റെ മുകളിൽ ബഡായി, എന്തൊക്കെയാ അതിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് അല്ലേ? മൂവി അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് ഹൈപ്പർബലിയുടെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. എല്ലാം എക്സാജുറേറ്റഡ് ആണ്, എവറിത്തിങ് ഈസ് എക്സാജുറേറ്റഡ്. ഒരാൾ 50 ആൾക്കാരെ അടിച്ചിടുന്നു ആൻഡ് എവറിത്തിങ് അല്ലേ? ഹൈപ്പർബലിയുടെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ബാഹുബലി. ഓർത്ത് വെക്കാൻ സുഖമാണ്. ഓക്കെ. And a metaphor simile namakkariyalo. Metaphor is a figure of speech that describes an object or action by referring to something else, typically using the word is or are. Simile adepole thane പക്ഷേ is, like or as ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, labiodental. Labiodental are sounds which are formed by labiodental എന്ന് പറയുന്ന സൗണ്ട്സ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം കേട്ടോ ലിംഗ്വിസ്റ്റിക്സിൽ. ലാബിയോഡെന്റൽ നമുക്ക് ഒരുപാട് ടേംസ് പഠിക്കാനില്ലേ, അതൊക്കെ നോക്കി വെക്കണം കേട്ടോ ലിംഗ്വിസ്റ്റിക്സിൽ. Anyhow, labiodental are sounds which are formed by option A, the tongue touching the upper teeth, option B, the tongue curled behind the alveolage, option C, by the middle of the tongue up against the hard palate, or option D, the bottom lip touching the upper teeth. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് ലാബിയോഡെന്റൽ? ലാബിയോഡെന്റൽ ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏത് ഓപ്ഷൻ ആണ് ലാബിയോഡെന്റൽ എന്ന് പറയുമ്പോൾ? നമ്മുടെ വായയുടെ ടങ്ങിന്റെയും ലിപ്പിന്റെയും പൊസിഷൻ ഏതായിരിക്കും? നിങ്ങൾ എക്സാമിന് എന്തായാലും കുറച്ച് മുന്നേ ഇത് നോക്കി വെക്കണം കേട്ടോ. ഓരോ പൊസിഷൻസിന്റെയും പേരുകൾ ഉണ്ടാവും. ലിംഗ്വിസ്റ്റിക്സിൽ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണത്. ഓക്കെ, ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ എ, അബിൻ ഓപ്ഷൻ എ പറയുന്നുണ്ട്, നയനകൃഷ്ണ ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ ഹർഷ എവിടെ? പാർവതി, ശിവപ്രിയ എ പറയുന്നുണ്ട്. ലാബിയോഡെന്റൽ. ലാബിയോഡെന്റൽ, ഡെന്റൽ എന്ന് കേട്ടാൽ തന്നെ ഒരു ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഏതായിരിക്കും? ഓപ്ഷൻ എ വരുന്നു, ഡി വരുന്നുണ്ട്, എ വരുന്നുണ്ട്. പറയൂ, വേഗം പറയൂ. ഏതായിരിക്കും നോക്കാം. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ.
അതായത് ലാബിയോഡെന്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടം ലിപ്പ് ടച്ചിങ് ദ അപ്പർ ടീത്ത്. എന്ന് പറഞ്ഞ ഈ സൗണ്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫേസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മൗത്തിൽ ഉണ്ടാകുന്ന പൊസിഷനാണ് ലാബിയോഡെന്റൽ. Next question. A class of words which always occurs when a noun and serves to specify its number and definiteness is a class of words which always occurs with a noun and serves to specify its number and definiteness is അതായത് നൗണിന്റെ നമ്പറും ഡെഫിനിറ്റ്നെസ്സും കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ആഡ്ജക്റ്റീവ് ആണോ, ഡിറ്റർമിനർ ആണോ, പ്രൊനൗൺ ആണോ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദീസ് ആണോ? ഏതായിരിക്കും? ഏത് ഓപ്ഷൻ ആയിരിക്കും? കറക്റ്റ് ആൻസർ ഏതായിരിക്കും? എ, ബി, സി, ഡി. മുഹമ്മദ് മിദിലജൊക്കെ വന്നിട്ടുണ്ട്. അബിൻ പറയുന്നത് ഡിറ്റർമിനർ ആണ്. ബാക്കി ആരൊക്കെയാണുള്ളത്? പാർവതി ബി പറയുന്നുണ്ട്. ബാക്കി ആൻസേഴ്സ് പറയൂ. ഓപ്ഷൻ ബി എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി ആണ് എല്ലാവരും പറയുന്നത്. നമുക്ക് നോക്കാം. ആൻഡ് ആൻസർ ഇസ് ഓഫ് കോഴ്സ് ഓപ്ഷൻ ബി. നമുക്കറിയാം ആഡ്ജക്റ്റീവും പ്രോണൗണും ഒക്കെ എന്താണെന്ന് നമുക്ക് അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Comparative linguistics is the study of the linguistic അറിയുന്ന എല്ലാവരും ആൻസർ പെട്ടെന്ന് പറയണം. Comparative linguistics is the study of language and literature, language and society, language and mind, different languages and their respective linguistic system. ഇതിൽ ഏത് ഓപ്ഷൻ ആണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? Comparative linguistics ഏത് ഏരിയ ഓഫ് സ്റ്റഡി ആണ്? ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണോ, ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി ആണോ, ലാംഗ്വേജ് ആൻഡ് മൈൻഡ് ആണോ, ഡിഫറെന്റ് ലാംഗ്വേജസ് ആൻഡ് ദെയർ റെസ്പെക്റ്റീവ് ലിംഗ്വിസ്റ്റിക് സിസ്റ്റം ആണോ? കമ്പാരിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ്. ഓപ്ഷൻ എ, ബി, സി, ഡി. ഡി വരുന്നുണ്ട്. ഡിഫറെന്റ് ലാംഗ്വേജസ് ആൻഡ് ദെയർ റെസ്പെക്റ്റീവ് ലിംഗ്വിസ്റ്റിക് സിസ്റ്റം. ഡി ഓപ്ഷൻ വരുന്നുണ്ട്. ഹർഷ, അബിൻ ഒക്കെ ഡി പറയുന്നുണ്ട്. എവിടെ ബാക്കിയുള്ളവരെവിടെ? അഷിക, നയന, ശിവപ്രിയ, രാമകൃഷ്ണൻ, ശ്രീറാം പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി. പുതിയ ആൾക്കാർ ഓപ്ഷൻ എ. പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് നോക്കാം. ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഡിഫറെന്റ് ലാംഗ്വേജസ് ആൻഡ് ദെയർ റെസ്പെക്റ്റീവ് ലിംഗ്വിസ്റ്റിക് സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of diphthongs. ഓപ്ഷൻ കാണാതെ തന്നെ പറയണം, ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നതാണ്. The number of diphthongs is എത്ര diphthongs ഉണ്ട് നമ്മളുടെ ലിംഗ്വിസ്റ്റിക്സിൽ, എത്ര ഫോണറ്റിക്സിൽ എത്ര diphthongs ഉണ്ട്? A 6, B 7, C 8, D 9. എത്ര diphthongs ഉണ്ട് ലിംഗ്വിസ്റ്റിക്സിൽ? ഒറ്റയടിക്ക് പറയാൻ പറ്റും. ഓപ്ഷൻസ് പോലും ഇല്ലാതെ പറയേണ്ട ആൻസർ ആണിത്. ഓപ്ഷൻ ഡി. ശരൺ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് തന്നെ പറയാ. ഡി പറയുന്നുണ്ട്, എ വരുന്നുണ്ട്. എത്ര ഡിഫ്തോങ്സ് ആണ് ഫോണറ്റിക്സിൽ ഉള്ളത്? 8 ആൻസർ പറയുന്നുണ്ട് അബിൻ. ഡിഫ്തോങ്സ്, എത്ര ഡിഫ്തോങ്സ് ഉണ്ട്? ചിന്തിക്കുക കൂടി വേണ്ട, നമുക്ക് ഒറ്റയടിക്ക് ആൻസർ പറയാം. 8 ഡിഫ്തോങ്സ് ആണുള്ളത്. 12 monophthongs and baki. The last question. What 3 components generally make up a system of a typical language? ഒരു typical language ന് ഏത് 3 components ആണ് നമ്മൾ ജനറലി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ജനറലി ഉണ്ടാവുന്ന 3 കോമ്പോണൻസ് ഏതാണ് ഒരു ടിപ്പിക്കൽ ലാംഗ്വേജിൽ? ഫോണോളജി, സിന്റാക്സ്, സിമാന്റിക്സ്, സെമിയോസിസ്, സിന്റാക്സ്, ഫ്രെയിംസ്, സിമാന്റിക്സ്, അട്ടർനൻസ്, സൈൻസ്, സിഗ്നിഫൈഡ് സൈൻസ്. ഇതിലേതായിരിക്കും? അട്ടറൻസസ്. ഇതിലേതായിരിക്കും? ഫോണോളജി. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? പെട്ടെന്ന് പറയും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആരാണ് ഏറ്റവും പെട്ടെന്ന് പറയാൻ നോക്കട്ടെ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ, ബി, സി, ഡി. നമ്മളുടെ
ലാംഗ്വേജിൽ ഏതൊരു ലാംഗ്വേജ് എടുത്താൽ, ഒരു ടിപ്പിക്കൽ ലാംഗ്വേജിൽ എടുത്താൽ അതിലുണ്ടാവുന്ന മേക്കപ്പ് സിസ്റ്റം, ജനറലി മേക്കപ്പ് സിസ്റ്റമിൽ 3 കോമ്പോണൻസ് ഏതൊക്കെയായിരിക്കും? ഡി വരുന്നുണ്ട്, എ വരുന്നുണ്ട്. പാർവതി ഡി ആണ് പറയുന്നത്, മിഥിലജും അഭിനും ഒക്കെ എ ആണ് പറയുന്നത്. ഏതായിരിക്കും? എ, ബി, സി, ഡി. നമുക്ക് എന്തായാലും സമയം വേസ്റ്റ് ചെയ്യാതെ ഓപ്ഷൻ നോക്കാം. The correct answer is A, phonology, syntax and semantics. ഇതെല്ലാം ഉണ്ട് ലാംഗ്വേജിൽ, ബട്ട് ബേസിക് ആയിട്ട് നമ്മൾ കാണുമ്പോൾ ഇതായിരിക്കും, ഈ 3 കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. 3 കാര്യങ്ങളാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു സെന്റൻസ്. ഐ ഹോപ്പ് ലിംഗ്വിസ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ട്. ഉണ്ടെങ്കിൽ എല്ലാവരും തംസപ്പ് തരിക. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തംസപ്പ് ചെയ്യുക. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താം. ബോർ അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മിസ് ഒരുപാട് സംസാരിക്കുന്നുണ്ട്, അങ്ങനത്തെ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടെൽ. ആൻഡ് നേരത്തെ ക്വസ്റ്റ്യൻ വന്നിരുന്നു, ഹോൾ ടിക്കറ്റ് വന്നോളൂ. സോറി, ഹോൾ ടിക്കറ്റ് എത്തിയിട്ടില്ല കേട്ടോ. ദർ വാസ് എ മിസ്റ്റേക്ക്, ഹോൾ ടിക്കറ്റ് എത്തിയിട്ടില്ല. അതെല്ലാം പെട്ടെന്ന് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ആൻഡ് അപ്പം നിങ്ങൾ ലിംഗ്വിസ്റ്റിക്സ് നല്ലോണം നോക്കുക, ബാക്കി ഏരിയാസ് ഒക്കെ ഫോക്കസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്ലാസ് കാണുന്നവരെ ബൈ, ഓൾ ദി ബെസ്റ്റ്.